അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദിലേക്ക് ഇതിന്റെ ഉത്തരത്തിനായി അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദിലേക്ക് വരാം. CPIയുടെ വിഷയത്തിനകത്ത് അദ്ദേഹമല്ല പറയേണ്ടത് എങ്കിൽ പോലും ഞാൻ ആയുർ ബിജുവിലേക്ക് പോയ ശേഷം നേരത്തെ അത് കട്ടായി പോയിരുന്നു. അഡ്വക്കേറ്റ് ശ്രീ ആയുർ ബിജു, നേരത്തെ ചോദിച്ചു വന്ന വിഷയമാണ് താങ്കൾ ആ ടെക്നിക്കൽ ഫോൾട്ട് കൊണ്ട് ഇതായി പോയത്. അപ്പോഴും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സർക്കാർ മാത്രമല്ല CPM-ഉം ബാധ്യസ്ഥമല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി സർക്കാർ ഉത്തരം പറയട്ടെ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് സർക്കാർ മാത്രം പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു, CPM-ന് ഇതുമായി യാതൊരു ബന്ധവുമില്ല, കൈ മുഴുവൻ ക്ലീൻ ആണ് എന്നാണോ? ഞാൻ നേരത്തെ സംസാരിച്ചു തുടങ്ങിയത് നമ്മുടെ മുസ്ലിം ലീഗിന്റെ നേതാവായ ഷാഹുൽ ഹമീദിന് ഈ വിഷയം എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല എന്നാണ്. ADGP അജിത് കുമാർ 2 BJP നേതാക്കന്മാരിലെ RS നേതാക്കന്മാരെ കാണാൻ പോയതുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിന് മുന്നിലേക്കാണ് നമ്മൾ ഈ ചർച്ചകളെ തുറന്നു വിടുന്നത്. എന്താണ് സംഭവിച്ചത്? ADGP അജിത് കുമാറിന് 2 നേതാക്കന്മാരെ അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലുള്ള ആരെയും കാണാനുള്ള അവകാശമുണ്ട്. അവരെ സർവീസ് മാനുവലിൽ നിങ്ങൾ ഇന്ന ആളിനെ കാണാൻ പാടില്ല എന്ന് പറയുന്നില്ല. അത്തരത്തിൽ അദ്ദേഹം പോയിട്ടുണ്ടെങ്കിൽ, സ്വകാര്യ സന്ദർശനത്തിന് പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഗവൺമെന്റിനൊന്നും ചെയ്യാനില്ല എന്ന് ഞാൻ ആദ്യം ഓർമ്മിപ്പിക്കുന്നു. ഇനി മറ്റൊരു കാര്യം കൂടി അദ്ദേഹത്തിന്റെ ഓർമ്മയിലേക്ക് ഞാൻ പറയാം. ഈ പറയുന്ന ADGP-യെ കൊണ്ടുപോയത് ദത്താത്രേയയുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഒരു ജയകുമാറാണ്. ആ ജയകുമാർ കോൺഗ്രസ് നേതാവായ കൈമനം പ്രഭാകരന്റെ സഹോദരനാണ്. എന്ന് പറഞ്ഞാൽ ഈ പ്രഭാകരൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവാണ്. അതെന്തുകൊണ്ട് മുസ്ലിം ലീഗ് ഇതുവരെ അറിഞ്ഞില്ല? താങ്കൾ അറിഞ്ഞു? രാഷ്ട്രീയം ഇങ്ങനെ നിൽക്കുന്നു. എന്തിനാണ് പോയതെന്ന് കൂടെ ചോദിക്കാം. VD സതീശന്റെ പുനർജനി വിഷയവുമായി ബന്ധപ്പെട്ട് VD സതീശൻ 2018-ലുണ്ടായ പ്രളയവുമായി ബന്ധപ്പെട്ട് പരവൂർ മണ്ഡലത്തിലെ ആവശ്യത്തിലേക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി പണം സമ്പാദിക്കുകയും ആ പണം വിനിയോഗിക്കുകയും ആ പണം അനാവശ്യമായി ഉപയോഗിക്കുകയും ചെയ്തതിന്റെ പേരിൽ VD സതീശനെതിരെ ഗുരുതരമായ ആരോപണവും ED-യുടെ അന്വേഷണവും നടക്കുന്നു. ഈ അന്വേഷണത്തെ അട്ടിമറിക്കുവാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അറിവോടുകൂടി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവായ പ്രഭാകരൻ, അദ്ദേഹത്തിന്റെ സഹോദരൻ ജയകുമാറാണ് ഈ ADGP-യെ അവിടെ കൊണ്ടുപോയത് എന്ന് പച്ചയായ യാഥാർത്ഥ്യം. ഒളിച്ചു വെച്ച് സംസാരിക്കേണ്ട. ഇനി ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് പറയാം. ADGP എവിടെ പോയി എന്നുള്ളത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. രാജ്യത്തിന് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് ദോഷമായ ഒന്നും അദ്ദേഹം ചെയ്തതായി ഞങ്ങളുടെ കൈകളിൽ രേഖകളില്ല. സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി അദ്ദേഹം പ്രവർത്തിച്ചതായി റിപ്പോർട്ടുകളില്ല. അപ്പൊ ഇന്നെന്തിനാണ് അതൃപ്തി ഉണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്? അതൃപ്തി ഉണ്ട് എന്ന് പറയുന്നത് എന്തിനാണ്? അപർണ, അതിലേക്ക് വരാം. അപ്പോൾ ഇദ്ദേഹം എവിടെ പോയി എന്ന് ഒരു വ്യക്തിപരമായ ആവശ്യത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സർവീസ് ഇദ്ദേഹത്തിന് എവിടെ പോകണം, എവിടെ പോകാതിരിക്കാം എന്ന് പറയുന്നില്ല. അത്തരത്തിൽ അദ്ദേഹം പോയിട്ടുണ്ട്. ഇനി അദ്ദേഹം തെറ്റായി പോയിട്ടുണ്ട് എന്ന് തോന്നിയാൽ നടപടി ഉണ്ടാകും. അതാണ് CPI ആവശ്യപ്പെട്ടത്. CPI-യൊക്കെ പത്മനാഭൻ ചേട്ടൻ വളരെ രീതിയിൽ ആക്ഷേപിക്കുന്നുണ്ട്. CPI-യൊക്കെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്നേ. അല്ല ശ്രീ ആയുർ ബിജു, നടപടി ഉണ്ടാകുമെന്ന് CPM പറയുന്നത് എപ്പോഴാണ്? ഇപ്പോഴോ? ഈ വിഷയം പുറത്തു വരുമ്പോൾ അത് പരിപൂർണമായിട്ട് നിഷേധിക്കുകയായിരുന്നു CPM. CPI-യുടെ അതൃപ്തി വരുമ്പോഴും CPM അതിനകത്ത് നിലപാടെടുത്തില്ല. ഇത്രയും വലിയ വിവാദമാകുമ്പോൾ പ്രതികരിക്കേണ്ട ഒരു ബാധ്യത വരുമ്പോൾ അതൃപ്തി ഉണ്ടെന്ന് പറയുന്നു. നടപടി എടുക്കുമെന്ന് പറയുമ്പോൾ എപ്പോൾ നടപടി എടുക്കണമായിരുന്നു? എന്ന് നടപടി എടുക്കണമായിരുന്നു? കേക്കൂ, ഇദ്ദേഹം ഈ പറയുന്ന RS നേതാക്കന്മാരെ കണ്ടതുകൊണ്ട് ഈ സംസ്ഥാനത്തിന് എന്ത് നഷ്ടമുണ്ടായി? ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട ഷാഹുൽ ഹമീദ് 1-2 കാര്യങ്ങൾ പറഞ്ഞു. ജേക്കബ് തോമസ് സർവീസിലിരുന്നപ്പോൾ പുസ്തകം എഴുതി. എന്റെ പൊന്നു സാറേ, അങ്ങനെ സർവീസിലിരിക്കുമ്പോൾ ഒരു IAS ഉദ്യോഗസ്ഥന് പുസ്തകം എഴുതാൻ സാധ്യമാകില്ല. സർവീസ് റൂളുണ്ട് സാർ, താങ്കൾ അത് മനസ്സിലാക്കണം. ഇനി താങ്കൾ 1-2 കാര്യങ്ങൾ പറഞ്ഞു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തെ താങ്കൾ പറഞ്ഞു. എന്ത് സ്വർണ്ണക്കടത്താണ് സാർ? താങ്കൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ന്യൂസ് 18-ന്റെ ലക്ഷക്കണക്കിനുള്ള പ്രേക്ഷകരുടെ മുന്നിൽ ആ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം ഒന്നുകൂടെ അവതരിപ്പിക്കാമോ? സാർ, ഇതെല്ലാം കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചതാണ്.
അവിടെയൊന്നും ഞങ്ങളുടെ സർക്കാരില്ല, ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യമുള്ള നേതാക്കന്മാരില്ല, ഞങ്ങളുടെ മുഖ്യമന്ത്രിയില്ല, ഞങ്ങളുടെ ഭരണ സംവിധാനമില്ല. അത് താങ്കൾ ആലോചിക്കണം. പിന്നെ താങ്കൾ മുഖ്യമന്ത്രിയുടെ മകളുടെ പേര് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. സാർ, ഇതൊക്കെ അന്വേഷിച്ച ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ്, കേന്ദ്ര സർക്കാരാണ്. എവിടെ നിൽക്കുന്നു? ഞങ്ങൾ പലപ്പോഴും പറയുന്നുണ്ട്, മടിയിൽ കനമില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഭയക്കേണ്ട കാര്യമില്ല. നെഞ്ചു വിരിച്ചാണ് ഈ ചർച്ചയിൽ ആയൂർ ബിജുവും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രീ ആയൂർ ബിജു, അതിനേക്കാൾ നല്ല മറ്റൊരു പഴഞ്ചൊല്ലുണ്ട്, ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയും. അതാണ് ജനങ്ങൾക്ക് കൂടുതൽ തോന്നുക. ഈ പറഞ്ഞ പോലെ സ്വർണ്ണക്കടത്ത് കേസിൽ ആവേശം കൊണ്ട് BJP നേതാക്കളെ എനിക്കറിയാം. താങ്കൾ അടക്കമുള്ള ആ ചർച്ചയിൽ പാനലിസ്റ്റുകളായിട്ട് വന്നിട്ടുണ്ട്, പുറത്ത് പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ SFIO നീക്കവുമായി മുന്നോട്ട് പോയപ്പോൾ അന്ന് ആഞ്ഞടിച്ച BJP നേതാക്കളുണ്ട്. എവിടെ? അവരൊന്നും ഒന്നും പറയുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നു. ഒറ്റ കാര്യം കൂടെ, ഒരു കാര്യം കൂടെ, അതിനൊപ്പം പാലം ഇട്ടാലാണ് ആര് പാലം ഇട്ടെന്നേ? പാലം ഇട്ടാൽ ഓക്കെ, ഞാൻ അംഗീകരിക്കാം. ഇവിടെ പാലം ആരും ഇട്ടില്ലല്ലോ. പാലം ഇട്ടിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കാം. ഇവിടെ ആരും പാലം ഇട്ടിട്ടില്ല. കൊടകര കുഴൽപ്പണ കേസ് എവിടെ എന്നാണ് ചോദിക്കുന്നത്. ആയൂർ ബിജു, അതിലേക്ക് മാത്രം. ഇതെല്ലാം ഒരു വശത്ത് നിശബ്ദമാകുമ്പോൾ ഇപ്പുറത്തും നിശബ്ദമാകുന്നുണ്ടല്ലോ ചിലത്. അതാണ് എടുത്തു ചോദിക്കുന്നത് പ്രതിപക്ഷം. ഈ മറ്റു കേസുകളിൽ BJP-ക്കാർ നിശബ്ദമായപ്പോൾ കൊടകര കുഴൽപ്പണ കേസ് അടക്കമുള്ളവ ഇപ്പുറത്തും തേച്ചു മാച്ചു കളഞ്ഞല്ലോ എന്ന് ചോദിക്കുന്നു. സ്വാഭാവികമായിട്ട് അരിയാഹാരം കഴിക്കുന്ന ഒരു മലയാളിക്ക് തോന്നില്ലേ ആയൂർ ബിജു? അല്ലല്ല, ആ കുഴൽപ്പണ കേസൊക്കെയും കോടതിയുടെ ഇതിലിരിക്കുന്ന വിഷയങ്ങളാണ്, പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങളാണ്. കോടതിയല്ലേ ഇനി അവിടെ ചെയ്യേണ്ടത്? ലാവ്ലിൻ കേസ് പോലും ഇവിടെ വീണ്ടും എടുത്തു പറഞ്ഞു. ഈ പറയുന്ന കാര്യം കേട്ടാൽ, ഇന്നലെ ഞാൻ ന്യൂസ് 18-ന്റെ ഒരാള് പറയുന്നത് കേട്ടു, ലാവ്ലിൻ കേസ് പോലും അട്ടിമറിക്കപ്പെട്ടത് പിണറായി വിജയൻ. എനിക്കറിയില്ല, ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ ഇരിക്കുന്നു. സുപ്രീം കോടതിയും നിയന്ത്രിക്കുന്നത് സഖാവ് പിണറായി വിജയനാണെന്ന് പറയുമ്പോൾ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തെ ഇന്ത്യ മഹാരാജ്യം മൊത്തത്തിൽ നിയന്ത്രിക്കുന്നത് സഖാവ് പിണറായി വിജയനാണെങ്കിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ടെന്നേ. ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ആ കാര്യത്തിൽ. ഇനി പത്മനാഭൻ ചേട്ടൻ വേറെ കാര്യം പറഞ്ഞു, എന്താണ്? പൂരം കലക്കിയത് അന്വേഷിക്കണമെന്ന്. പത്മനാഭൻ ചേട്ടാ, പൂരം കലക്കിയത് അന്വേഷിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിലല്ലേ CBI? നിങ്ങളുടെ കയ്യിലല്ലേ മറ്റ് സംവിധാനങ്ങൾ, കേന്ദ്ര ഗവൺമെന്റ് സംവിധാനങ്ങൾ? കേന്ദ്ര സർക്കാരിന്റെ സംവിധാനം ഉപയോഗിച്ച് പൂരം കലക്കിയതിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണമെന്ന്, കണ്ടെത്തണം. അനാവശ്യമായി വന്നിട്ട് ന്യൂസ് 18-ന്റെ ഫ്ലോറിൽ വന്നിരുന്നിട്ട് അനാവശ്യമായി അതര വ്യായാമം നടത്തരുത്. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുന്നേ, നിങ്ങൾ നേതാക്കന്മാരല്ലേ, നിങ്ങൾ അവരെ ഈ വിഷയം അന്വേഷിക്കൂ. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്, സഖാവ് പിണറായി വിജയന്, ഞങ്ങൾ ആദരണീയനായ മുഖ്യമന്ത്രിക്ക്, ഞങ്ങളുടെ ഭരണ സംവിധാനത്തിന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്താമെന്നേ. ഞാൻ തിരികെ എത്താം.